എനിക്ക് അങ്ങനെ ചത്തു പോണതിന് മുമ്പ് സ്വത്തുക്കൾ എഴുതി തരാനാണ്. ബാബു 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 ചത്ത കഴിഞ്ഞ അണ്ണാക്കി കുറുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് കൊറേ കിട്ടി. നീ ഇങ്ങനെ വല്ല കഴിക്കുന്നൊക്കെയാണ് വാസന ഇഷ്ടമുള്ള കാര്യം പറയല്ലേ. സത്യമാണ് കുറച്ചിനും മിണ്ടായിരിക്കല്ലോ അത്. പക്ഷെ മുരളി എന്തേലും പറഞ്ഞാലേ എനിക്ക് വളരാൻ പറ്റും. സത്യം നിന്റെ വളർച്ച വാസുവിലുണ്ടോ ഉള്ള കാര്യം പറയാം. ടെക്നിക്ക് മനസ്സിലായ വളർത്തിയത് അത് കൊള്ളാം. ഒന്നും വളരാത്തൊരിടത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ വളരാൻ പറ്റും ഞാൻ പഠിച്ചു. വളർച്ച കണ്ടെത്തുന്നുണ്ട് ചെറിയ തോതിൽ. എന്റെ വളർച്ച അവന് പറഞ്ഞുണ്ട്, ഞാൻ കണ്ട് കൊള്ളാം. നല്ല വളർച്ച ഉണ്ട്. ഞാനും വിചാരിച്ചില്ല ഇത്രയും ഇത് വരുന്നു. വാടിയ തെങ്ങിന് ഇത്ര വളർച്ച കിട്ടുന്നത് ഞാൻ ചാവുന്നതിന് മുമ്പ് മണ്ടയില്ലാത്ത തെങ്ങിനൊക്കെയാണ് ഞാൻ കരിക്കടക്കണത്. ഇപ്പൊ ഇതെങ്ങനെ ഇപ്പൊ എന്റെ നേരെ തിരിഞ്ഞത്? വാസവണ്ണ മിണ്ടല്ലേ? വാസവണ്ണ മണ്ടയില്ലാത്ത തെങ്ങുകൾ പ്രശ്നം ചെയ്യുന്നില്ലേ? ആൾക്ക് മണ്ട ഇച്ചിരി ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് മിണ്ടായിരിക്കുന്നുണ്ടല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കായിരുന്നു. എനിക്ക് എടാ നമുക്ക് എല്ലാവരും ഗ്യാങ് ഡ്രസ് ഇട്ട് പോവാണ്. ഗ്യാങ് ഡ്രസ് ഇട്ട് പോവാ. എനിക്കറിയത്തില്ലല്ലോ ടിവിയുടെ ഡ്രസ് ഷോപ്പ്. ഇതാണെന്നാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. പച്ചത്തീട്ടൊക്കെ എന്നെ പഠിപ്പിക്കണം. ഡ്രസ് ഷോപ്പാണ് നമുക്കറിയാം. പഠിപ്പിക്കല്ലേ? നീ ഒരുപാടൊക്കെ പഠിപ്പിക്കല്ലേ? മെഡിസിൻ കഴിച്ചോടാ. ഞാൻ ഇന്ന് ഫുഡ് മെഡിസിൻ കഴിച്ചില്ല, കഴിക്കണം പോലെ കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ കുഴപ്പമില്ല, കുഴപ്പമില്ല. ആ തുറന്നാ തീട്ടോന്ന് പറഞ്ഞു നമ്മളെ പഠിപ്പിക്കുന്നു. കക്കൂസ് കഴിവാനാണോ? അതിനായിരിക്കും. ഇതിന് ബ്രേക്ക് ഇല്ലടാ. ഇതേ ഒരു വണ്ടി എന്തിനാ ഈ ഡപ്പ വണ്ടി കൊണ്ട് നടക്കുന്നതിന് അവര് കൊണ്ടുപോയല്ല. എന്റെ വണ്ടി ഉണ്ടാവില്ല. ഞാൻ ഡ്രസ് മാറിട്ടതാ വരുന്നേ. കിട്ടിയ Hello. Gugu, I want to go for an urgent meeting with HF, regarding our gang house issue. So, gang is most important for me. No. I'm so sorry. Tell Amma that I want to go for a gang situation. Okay. Okay. Yes. അമ്മ പോസ്റ്റ് ആവടാ അല്ലേ? അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ശോകമാണത്. അമ്മ കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും. ഹലോ. അതെ. നീ മറ്റേ ഇത് കൈ നീട്ടുമ്പോ സോറി ചിന്ന മീറ്റിംഗ്. ഇത് കളിയാക്കണ നമ്മുടെ മറ്റേ വൺ പീസിലെ ലൂഫിയുടെ ഡയലോഗ് അത് കളിയാക്കണ്ട. അത് വെച്ച് കളിയാക്കണ്ട. ചുമ്മാ മൊലാലിരിക്കുമ്പോ നമ്മളെ ഗ്യാഗോസിലോട്ട് പോളൂ, അവരെല്ലോട്ടല്ല. ഹലോ, അവര് ഇങ്ങോട്ട് പറഞ്ഞേ. ആ വീട്ടിലൊരു കേറാനൊരു അവസരം കിട്ടുന്നത് എനിക്ക് എന്തോ ഒരു വാടാന്നല്ലേ എനിക്ക്
എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു ഗ്രൈൻഡിങ് മണി എന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇത് മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് എന്തുവാണ് എന്റെ പേര്, ഓപ്ഷന്റെ തലേദിവസത്തേക്ക് എന്റെ പൊന്നു ബ്രോ, എന്താണ് സീൻ? നമ്മളെ കൂടെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ ഗ്യാങ് ഹൗസിലോട്ട് എത്ര ദൂരം ഉണ്ടെന്നറിയോ? ഈ വണ്ടിയിൽ എപ്പോ എത്താനാ? ശരിയുള്ളു കൊണ്ടുപോയി. എടാ ഞങ്ങള് പ്രീമിയം കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ അറിഞ്ഞോ നീ? ഇരിക്കാതില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം കൊണ്ടുപോയി. ഡയലോഗ് അടിച്ച് ഓർമ്മയുണ്ടോ ഞാൻ? അന്ന് സത്യം പറഞ്ഞ നോക്കിയിരുന്നേ പിടിച്ചു 3 ദിവസം കൂടെ തിരിച്ചു അല്ല ഞാൻ പറഞ്ഞത് വെച്ചിട്ടല്ലോ, അവര് പറയണെന്ന് പറഞ്ഞാ ഇപ്പൊ 20,000 കൊടുത്താലും നിനക്ക് മാത്രം ഇവിടുന്ന് എന്തായാലും തരൂല്ലെന്നാ പറയണേ. സത്യം അത് തന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു തലവരെ ഞാനാണേലും തരൂല. ഇനി എന്ത് ചെയ്യോ എന്തോ. മഞ്ഞപത്രവും ഗ്രാണ ഫോട്ടോ ഇട്ടിരുന്ന സൂയിക്കുവാണ് ഇരുന്ന മഞ്ഞപത്രം നോക്കണ്ട. നിന്നെ പോലെയൊന്നുമല്ല, അവര് വിളിച്ചാ ഓടി വരും. വരുമ്പോ ഹാർട്ട് കൊണ്ടിരുന്നേരാണ. ഇത് ആരാടാ ഇതൊക്കെ? കാണുന്നില്ലല്ലോ ഇതിനകത്ത് പോയ രണ്ടാമത്തെ വേണ്ടി പറഞ്ഞ കൊച്ചിന്റെ നന്നാവാൻ പറയാൻ വേണ്ടിട്ട്. 10.3K watching the stream guys. എല്ലാവർക്കും welcome to the stream. Welcome to the stream guys. എടാ എന്നാലും എന്റെ മനസ്സിൽ അപ്പാപ്പൻ നേരത്തെ കൂടെ മനസ്സിലായ ആരെ? ഒന്ന് അജീമ്, രണ്ടാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് മനസ്സിലായി. എന്റെ ഒരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മൊലാലിയോട് ഒരു താല്പര്യമുണ്ട്. പുറത്ത് ഉള്ള കാര്യം പറയാലോ. അവരെ വല്ല ഒരു അവനൊരു ജെട്ടിയായിട്ട് ഉപയോഗിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല. അവരെ കൊടുത്തോണ്ട് നടന്ന അവര് അവന് പാസ്വേഡ് ചേർന്ന് ഏറ്റവും മാക്സിമം ചേർന്ന് ഒട്ടിയിരിക്കണം. ഏറ്റവും ഒട്ടിയിരിക്കുന്ന ജെട്ടിയല്ലേ? അപ്പൊ അതാണ് അവരതാണ് വേണ്ടത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ സാമാന്യമായിട്ട് കടലിലെറിഞ്ഞിട്ടാലും കയറും. അല്ല, വാസുവിന്റെ ലൂസ് ആയിരിക്കും. അതെന്നാ അത് കൊറേ തവണ വെട്ടി വെട്ടിയെറിഞ്ഞാണെന്നാണ് പറയുന്നത്. ആദ്യം ഒരു വേദനയാണ്, പിന്നെ 12 ഉണ്ടല്ലേ. ഓടിച്ചിട്ട് ഫ്യൂല് തീരും. സംസാരിച്ചിരുന്ന കാര്യം നിർത്തല്ലേ? പറയൂ. നമ്മള് സംസാരിച്ചോണ്ട് മിന്നിയെ പറ്റി അല്ലേ ബാബു? ഇല്ല ഞാൻ ഒന്നും പറയില്ല. എനിക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഒരു ദിവസം കൊണ്ട് തീർക്കാനാണ് പിന്നെ എന്തിന് സ്വർണ്ണം മുട്ടുന്ന താറാവിനെ കൊന്നാണല്ലേ ബാബു? ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം നിന്റെ അടുത്ത്. ഇല്ല, നമ്മൾ ഇഞ്ചിൻ ചായ എടുക്കുള്ളൂ, മുട്ട എടുക്കത്തേ ഉള്ളൂ. നമ്മളൊക്കെ പണ്ടന്മാരല്ല, മറ്റേ അർത്ഥമില്ല. സത്യം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മുട്ട, ആഴ്ചയിൽ ഒരു 2 മുട്ട വെച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും നോക്കി പോകും. അതെ വാസു പറയൂ. വാസു എന്ന് വിളിച്ചത് അണ്ടിയില്ല വാസു. നിനക്കൊക്കെ എന്തിന്റെ കേടായിരുന്നു? വല്ല കാര്യമുണ്ടോ? ഹിറ്റ് ഹാർഡ്. അത് പെട്രോൾ തീർന്നായിരിക്കണേ. എനിക്കൊരു മുട്ട കിട്ടി. ബാബു എത്ര മുട്ട കിട്ടി? എന്റെ 4-5 ഉണ്ട്. പിന്നെ ഈ മുട്ടയും ഒരു 3 ഉണ്ടായിരുന്നു. അത് ഞാൻ എടുക്കണില്ല എന്തായാലും. ഡ്രസ് മാറത്തില്ലായിരുന്നു. എന്തിനാണ് അവിടെ പോയി ഡ്രസ് മാറിയത്? അതാണ് നമ്മൾ ആലോചിച്ചത്. നീയല്ലേ നിനക്കല്ലേ അറിയാവുന്നത്? നമുക്കറിഞ്ഞൂടല്ലോ. അവരിങ്ങോട്ടാ, ഞാൻ വരട്ടെ അങ്ങോട്ടാ. അല്ല ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എന്ത് പറ്റി? അല്ലല്ല എനിക്ക് ഇത്ര എടാ ഇത്
കഴപ്പ് കാണിച്ച വണ്ടിക്കകത്തിരുന്ന് കൊണ്ടാ ഞെക്കിക്കൊണ്ടിരിക്കല്ലേ. അതാണ് ഉള്ളവരൊക്കെ ഞെക്കിക്കൊണ്ടിരിക്കല്ലേ, ചുമ്മാ ഇരി, ഇല്ലാത്തവർക്ക് ഫീൽ ആവും. ഇത്രയും ബാക്കി നടന്നു പോയാൽ മതി. എന്തൊരു എടാ ഈ പച്ചത്തീട്ട് ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് പൊട്ട്. അല്ല, ആ കെവിനും ഉണ്ടായിരുന്നു ഭയങ്കര ചിരി. നമ്മളെ പോലെ ചീറ്റ് കൺട്രോൾ ഇല്ലൂടെ നിനക്കൊക്കെ? ഹലോ, നമ്മള് നമ്മളെ എടാ ബാബു നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. മള്ളി ഒരു ഗ്യാങ്ങിലോ എല്ലാ ആൾക്കാരും ലീഡറിനോട് വേറൊരു ഗ്യാങ്ങിൽ പൊക്കോളാന്ന് പറഞ്ഞാൽ ഇത്രയും ഗതി കിട്ടവൻ വേറെ ഉണ്ടോ? ഇല്ല. ആരാണ്? ഒരു ഗ്യാങ്ങിൽ എല്ലാരും പറഞ്ഞു അവരെ കൊണ്ടുപോക്കോ, ഒരു എതിരഭിപ്രായമില്ല, അവരെ കൊണ്ടുപോക്കോ. തുടക്കം മാത്രമാണ് എനിക്ക് പറയുന്നത്. എങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞോ, പക്ഷെ നീ വന്നിട്ട് നമ്മളൊരു ഗ്യാങ്ങിന് ഗുണമുണ്ടേ കുഴപ്പമില്ല, മനസ്സിലല്ലേ? ഒന്നുമില്ലല്ലോ, നീ ഞാനിവിടെ ഉള്ള ഒരു കോംബോ. എടാ അതല്ല എനിക്ക് പറയാനുള്ളത്, ഒരു ലീഡർ എടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇവിടെ? ഇവിടെ ലീഡറെ കളയാൻ വേണ്ടി എനിക്ക് തോന്നുന്നു മുറ്റത്തേക്കാണ് പ്രശ്നം. അകത്ത് കയറിയ ചിലപ്പോ കുറച്ച് ഇത് കാണും. ഇത് ചന്ദ്രഗ്രഹണത്തിന്റെ പ്രശ്നമാണ്. മലയാളിക്ക് ശുക്ര അടിച്ചിരിക്കുകയാണ്. മാറിക്കോ. ഇല്ല ഞാനില്ല ഈ ഗ്യാങ്ങിലോട്ട് ഞാനില്ല. ഈ വട്ടത്തിൽ നിന്ന് ഊക്ക് തുടങ്ങുമ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മാറണം. പിന്നെ അവിടെ നിന്ന് കൊണ പറഞ്ഞാൽ വീണ്ടും കിട്ടും. പ്രശ്നം അകത്ത് കയറിയാൽ ചിലപ്പോ അവര് മറക്കും. പിന്നെ ടിപ്പ് ഓഫ് ദി ഡേ, വട്ടത്തിൽ ഒരാളെ ടാർഗറ്റ് ഇട്ട് ഊക്ക് എടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഡൈവേർട്ട് ആവണം. അവിടെ നിന്ന് വീണ്ടും ഡയലോഗ് അടിച്ചു കഴിഞ്ഞുണ്ടല്ലോ. സത്യം എനിക്കറിയാം. കാണല്ലേ മാറിപ്പെടാ.